ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയതോടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് എല്ലായിടത്തും. കോഴിക്കോട് മടവൂരിലെ ചക്കാലക്കൽ സ്കൂളിൽ അധ്യാപകർക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് ഇന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പുതിയ ഒരന്തരീക്ഷത്തിലേക്ക്, ഒരു പുതുമയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുത്ത പ്രവേശനോത്സവ പരിപാടികൾ നമ്മൾ ഓരോരുത്തരും കണ്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കൂൾ തലത്തിലുള്ള പ്രവേശനോത്സവ പരിപാടികളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ആദരണീയനായ കൊടുവള്ളി നിയോജക മണ്ഡലം MLA ശ്രീ MK മുനീർ അവർകൾ, അതേപോലെ തന്നെ മുഖ്യ ആശംസ നടത്തുന്ന മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാഘവൻ അടുക്കത്ത് അവർകൾ, അതേപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രവേശനോത്സവ ദിന സന്ദേശം നൽകുന്ന നമ്മുടെ ആദരണീയനായ സാഹിത്യകാരൻ UK കുമാരൻ അവർകൾ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആദരണീയയായ ഷർഫുന്നിസ ടീച്ചർ, നമ്മുടെ വാർഡ് മെമ്പർ സോഷ്മ സുർജിത്ത്, ഇങ്ങനെ നമ്മുടെ പ്രിൻസിപ്പൽ രാജി ടീച്ചർ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി, ഇങ്ങനെ എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് 2021-2022 വിദ്യാലയ വർഷം വളരെ പ്രതീക്ഷകളോടെയും വളരെ ഉത്സാഹത്തോടെയും നമ്മൾ ഓരോരുത്തരും കാത്തുനിന്ന ഒന്നായിരുന്നു. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമ്മെ പിടികൂടിയ മഹാമാരി കോവിഡ് ഒരു ലോക മഹാമാരി ആവുകയും അത് നമ്മെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ചില പ്രതിസന്ധികൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ എങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മൾ സ്വയം കീഴടങ്ങുകയല്ല എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ഓരോരുത്തരും ഓൺലൈൻ പഠനത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഓൺലൈൻ പഠനത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ആ ഓൺലൈൻ പഠനമാണ് ഓഫ്ലൈൻ പഠനത്തെക്കാൾ അല്ലെങ്കിൽ ക്ലാസ് റൂം പഠനത്തെക്കാൾ ഞങ്ങളെ പ്രകടിപ്പിക്കാൻ നല്ലതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ധാരാളം വിദ്യാർത്ഥികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് മുമ്പിലുണ്ട്. ധാരാളം പരിപാടികൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കുകയും ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. കൂടുതലൊന്നും ഞാൻ
ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ പറയുന്നില്ല. ഇത് ഒരു തുടക്കമാവട്ടെ പ്രിയ വിദ്യാർത്ഥികളെ, നല്ലതിനുള്ള തുടക്കമാവട്ടെ. 2021-22 വർഷം നമുക്ക് കൂടുതൽ ശക്തമായി ഈ ഒരു പഠന മാധ്യമത്തിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, 2021-22 വിദ്യാലയ വർഷത്തിലെ ചക്കാലക്കൽ ഹൈസ്കൂളിൻ്റെ പ്രവേശന ഉത്സവ ദിനത്തിലേക്ക് സ്കൂളിന് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൊടുവള്ളി MLA ശ്രീ MK മുനീർ അവറുകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷറഫുന്നിസ ടീച്ചർ, മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാഘവൻ അടുക്കത്ത് അവർകൾ, നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ UK കുമാരൻ അവർകൾ, PTA പ്രസിഡന്റ് ജാഫർ മാസ്റ്റർ, നമ്മുടെ പ്രിൻസിപ്പൽ രാജി ടീച്ചർ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ എന്നിവരെയെല്ലാം സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അറിവിൻ തേൻമഴ നനയാൻ വാവാ കുഞ്ഞിക്കുരുവികളെ, സ്നേഹക്കടലിൽ തിരയായി മാറാൻ വാവാ മലരുകളെ. പ്രവേശനോത്സവം പ്രവേശനോത്സവം, വേനൽ പൂത്തു വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. വേനൽ പൂത്തു വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. പ്രവേശനോത്സവം 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 പ്രവേശനോത്സവം. അറിവിൻ ശില തന്നിൽ പദമിനിയു നീടാം, ഇരുളിൻ മറ നീക്കും പൊരുളായി മാറിടാം. മൺതരിക്കൊരു കൂട്ടുപോകാം, മൺചിരാതാകാം, അക്ഷരങ്ങളിൽ ചേർത്തു വെച്ചൊരു തേനുകർന്നിടാം. ആകാശപ്പൂങ്കൊമ്പിലൂഞ്ഞാലാടാം, സ്നേഹക്കൂടാരത്തിൽ ചേക്കേറാം. പ്രവേശനോത്സവം 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 പ്രവേശനോത്സവം. അതിജീവന നാളിൽ കരുതലുമായിടാം, അതിരുകളില്ലാതെ കരുണയുമായിടാം. നന്മയുള്ളൊരു നാടിനായി കാവലായിടാം, വിശ്വമാകെ നിറഞ്ഞിടുന്നൊരു മനുജനായിടാം. വിജ്ഞാന പൊൻതൂവൽ വാരിച്ചുടാം, മിന്നിക്കൂട്ടം കൂടാൻ വാ. വേനൽ പൂത്തു വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. പ്രവേശനോത്സവം 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 പ്രവേശനോത്സവം.
ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മടവൂരിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും ഞാൻ പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു. കോവിഡ് കാലമായതുകൊണ്ട് എല്ലാവരെയും നേരിൽ വന്ന് കാണാൻ പറ്റുന്നില്ല. പ്രവേശനോത്സവം തന്നെ പരിമിതമായിരിക്കുന്നു ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഓൺലൈനായി ഈ പ്രവേശനോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാനൊരുങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിക്കും മാനസികമായി ഇഷ്ടപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. ഏകദേശം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ അവസ്ഥയിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെ പ്രതികൂലമായ അവസ്ഥകളെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പരിമിതമായ എല്ലാ അന്തരീക്ഷത്തിൻ്റെയും ചുറ്റുപാട് നിന്നുകൊണ്ട് നമ്മുടെ അധ്യയനകാലം എങ്ങനെ നമുക്ക് സന്തോഷകരമാക്കാൻ കഴിയും എന്നാണ് നാം ആലോചിക്കേണ്ടത്. പഴയതുപോലെ നമുക്ക് ഒത്തുചേരുവാനോ ആർത്തുല്ലസിക്കുവാനോ ഒന്നും തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. പ്രതികൂലമായ നമ്മുടെ എല്ലാ അന്തരീക്ഷവും നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാലത്തിലും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ ജീവിതം ഏറ്റവും ഹൃദ്യമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നന്നായി പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാലത്തിൻ്റെ എല്ലാ പരിമിതികളെയും നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം. അത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മുടെ കാലം, നമ്മുടെ സാഹചര്യം നമ്മെ അനുവദിക്കുന്നത് അതുമാത്രമാണ്. ലോകം മുഴുവൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സാഹചര്യത്തിനൊത്ത് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാടുകൾ. അതുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട പരിമിതമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പഠനം എങ്ങനെ ഏറ്റവും ഹൃദ്യമാക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. നിങ്ങളിൽ പല കഴിവുകളുള്ളവർ ധാരാളമുണ്ട്. അത്തരം കഴിവുകളൊക്കെ തന്നെ പുറത്തെടുക്കുവാനുള്ള ഒരു കാലാവസ്ഥയുമായും നാം ഇതിനെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് മടുപ്പില്ലാതെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ഏറ്റവും ഹൃദ്യമാക്കാൻ കഴിയുക എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്.
എല്ലാ വിദ്യാലയങ്ങളിലും തന്നെ ഇതേ അന്തരീക്ഷം തന്നെയാണുള്ളത്. പരസ്പരം ഒത്തുചേരുവാനോ കളിച്ചുല്ലസിക്കുവാനോ ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ ഈ കാലത്തെ മറികടക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഏറ്റവും അപകടകരമായ അന്തരീക്ഷത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ അച്ചടക്കവും നമ്മുടെ പെരുമാറ്റവും കൊണ്ട് ഈ ഒരു മാരകമായ രോഗത്തെ മറികടക്കാൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം ഓരോ വിദ്യാർത്ഥിയുടെയും പ്രതിജ്ഞ എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും നമുക്ക് ലഭ്യമായ ഈ ഒരു പരിമിതമായ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ആ പരിമിതമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ ഏറ്റവും ഹൃദ്യമാക്കുവാനുള്ള ഒരു അവസരമായി നിങ്ങൾ മാറ്റിയെടുക്കുക. അതുമാത്രമേ നമുക്കിപ്പോൾ സാധ്യമാകൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരാധ്യരായ അധ്യാപക സമൂഹത്തിനും എൻ്റെ ഹൃദ്യമായ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല അധ്യയനകാലം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ UK കുമാരൻ. പ്രിയമുള്ളവരെ, ഒരു അധ്യയന വർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അറിവിൻ്റെ വെളിച്ചം തേടി കടന്നു വന്ന നവാഗതർക്ക് ആദ്യമായി ഹൃദ്യമായ ആശംസകൾ നേരുന്നു. പ്രവേശനോത്സവ ദിനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിനമാണ്. പുതിയ വിദ്യാലയം, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ, അങ്ങനെ ഒത്തിരി പ്രതീക്ഷകളോടെ കാത്തിരുന്ന് വന്നെത്തുന്ന ദിനം. എന്നാൽ ഇന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കൊറോണ എന്ന കുഞ്ഞൻ വൈറസിൻ്റെ വ്യാപനം വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം പൂർണ്ണമായും സ്കൂളിൽ വരാൻ സാധിക്കാതെ നാം വീട്ടിൽ തന്നെ തുടർന്നു. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഒരു വർഷം കടന്നുപോയി. ഇപ്പോഴും അതേ സാഹചര്യം തുടരുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനവും സ്കൂളിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റാതെയായി. ഒത്തിരി പുതിയ പാഠങ്ങൾ നമുക്ക് സമ്മാനിച്ച കോവിഡ് മഹാമാരി നമുക്കിടയിൽ ഒത്തിരി പ്രയാസങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. വിശിഷ്യ വിദ്യാർത്ഥികളിൽ കൂട്ടുകാർക്കൊപ്പം തങ്ങളുടെ സമയം ചിലവഴിക്കാൻ സാധിക്കാതെ പോകുന്നത്, വിദ്യാലയത്തോടും അധ്യാപകരോടും ഒപ്പം ചേരാൻ കഴിയാതെ പോകുന്നത് കുട്ടികളിൽ ഏറെ പ്രയാസമുണ്ടാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിജീവനത്തിൻ്റെ പാതയിൽ എല്ലാവർക്കും ഒപ്പം നിന്ന് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ വാക്കുകൾ പങ്കുവെക്കുന്നു. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും മാത്രമല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. അതെ, ഈ പ്രതിസന്ധിയും നാം അതിജീവിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തുടർന്നു വരുന്ന ദിനങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുള്ളവരാണ്. ആ കഴിവുകളെ കണ്ടെത്തി പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ അറിവുണ്ടാകുന്നതോടൊപ്പം അന്തസ്സും സംസ്കാരവും ചോർന്നു പോവാത്ത മൂല്യബോധമുള്ള വ്യക്തിത്വങ്ങളായി നിങ്ങളെ വാർത്തെടുക്കാനും പ്രാപ്തരായ ഒരു കൂട്ടം അധ്യാപകരാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിലെ നല്ല തലച്ചോറുകൾ ഒരു പക്ഷേ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിലായിരിക്കുമെന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ കൂടി ഇവിടെ ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ തേടിയെത്തിയ അക്ഷരങ്ങൾ നേരിൻ്റെ അറിവുകളാവട്ടെ, നന്മയുടെ വെളിച്ചമാവട്ടെ. ഇന്നത്തെ ഈ തുടക്കം എന്നും നിലനിൽക്കുന്ന നന്മയുടെ തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
ജില്ലയിലെ തന്നെ പ്രമുഖ വിദ്യാലയങ്ങളിലൊന്നായ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രവേശന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും പ്രിയമുള്ള രക്ഷിതാക്കുമെന്നെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ ഒരു സാധ്യമാവുന്നത്ര പഠന സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ സോഷ്മ സുർജിത്ത്, 12ാം വാർഡ് മെമ്പറാണ്. എനിക്ക് ഈ അവസരത്തിൽ, അല്ലെങ്കിൽ ഒരു പുതിയ അധ്യയന വർഷം കൂടെ വരവാണ് അല്ലേ, ശരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം ഒരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ അധ്യയന വർഷം പകുതി തൊട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത നിങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ എന്ന് തന്നെ പറയാം, ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ തന്നെ വിദ്യാഭ്യാസം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും നിങ്ങളുടെ മനസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനം മടുക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ പ്രതിസന്ധിയെ, അല്ലെങ്കിൽ ഈ കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ അതിജീവിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിജീവിച്ച് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസം തിരിച്ചു പിടിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ വന്നിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും, അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉഷാറായിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക. എത്രയും പെട്ടെന്ന് സ്കൂളുകളിലെത്തി നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ചിൽഡ്രൻസ്. ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, കേരളമൊട്ടാകെ ഇന്ന് പ്രവേശനോത്സവം ദിനമായിട്ട് ആചരിക്കുകയാണ്. ഈ സുദിനത്തിൽ എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. ഈ കോവിഡ് മഹാമാരിയെ തരണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യാശയുടെ ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ സ്കൂളിൽ സംഗമിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയ കൂട്ടുകാരെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വിദ്യാലയത്തിൽ പ്രവേശനം നേടിയിരിക്കുകയാണല്ലോ. കോവിഡ് മഹാമാരിയുടെ ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സുരക്ഷിതരായിരിക്കുന്നതിനു വേണ്ടി സ്വന്തം വീടുകളിൽ തന്നെ കഴിയുകയാണ് നാം ഏവരും. രോഗപകർച്ചയുടെ ഭീതി വിട്ടൊഴിയാത്തതിനാൽ ഈ വർഷത്തെ പ്രവേശനോത്സവവും ക്ലാസുകൾ തുടങ്ങുന്നതുമെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെയാണ്. രോഗപകർച്ചയുടെ ഭീതി ഇല്ലാതാകുന്നതുവരെ വീടകങ്ങൾ വിദ്യാലയമാക്കിക്കൊണ്ട് അധ്യാപകർ തയ്യാറാക്കി നൽകുന്ന ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി വീട്ടുകാരോടൊത്ത് സന്തോഷപൂർവ്വം കഴിയുക. കുട്ടികളുടെ കളിചിരികൾ കൊണ്ട് സജീവമായ വിദ്യാലയാന്തരീക്ഷത്തിനായി നമുക്ക് പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും മികച്ചൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു അധ്യയന വർഷം കൂടി കടന്നു വരികയാണല്ലോ. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സ്കൂളിലെത്താതെ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ ആശിച്ചിരുന്നു ഈ വർഷമെങ്കിലും നമുക്ക് സ്കൂളിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന്. പക്ഷേ ഈ വർഷവും അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ആശങ്ക ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു അധ്യയന വർഷവും എത്തിക്കഴിഞ്ഞു. ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു വർഷവും നമ്മളെ മുന്നോട്ട് പോവുകയാണ്.
ഈ അവസരത്തിൽ നവാഗതരായി വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ 8ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളിലേക്ക് പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കടന്നെത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ക്ലാസ്സുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കട്ടെ. എല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വീണ്ടും നമുക്ക് ഒരു വിദ്യാലയ വർഷം സ്കൂളിലേക്ക് എത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2021-22 അധ്യയന വർഷത്തിൽ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ജൂൺ 1 പ്രവേശനോത്സവ ദിന ആശംസകൾ നേരുന്നു. ഈ പ്രവേശനോത്സവ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൊടുവള്ളി നിയോജക മണ്ഡലം MLA ഡോക്ടർ MK മുനീർ സാഹിബ് അവർകൾ, അതോടൊപ്പം ഈ ചടങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട UK കുമാരൻ അവർകൾ, അതേപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷർഫുനിസ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഘവൻ അടുക്കത്ത്, അതേപോലെ വാർഡ് മെമ്പർ സോഷ്മ സുർജിത്ത്, പ്രിൻസിപ്പൽ MK രാജി ടീച്ചർ, PTA പ്രസിഡന്റ് ജാഫർ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ ബഷീർ സാർ, അതേപോലെ തന്നെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം ഈ പരിപാടിക്ക് ഊർജം നൽകുന്നതിന് വേണ്ടി കലാപരിപാടികൾ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകി ഈ പരിപാടി അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കിയ അജിത് കുമാർ സാർ, ഹണി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് കൗൺസിലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിന് കുങ്കുമപ്പൂ നീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിന് കുങ്കുമപ്പൂ നീളെ. ആവണിതൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നു, നീ വരാഞ്ഞതെന്തേ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും.
ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. വള്ളുവനാടിൻ്റെ ഒരു തനതു പാരമ്പര്യമാണ് തുയിലുണർത്തുപാട്ട്.
ശിവനും പാർവതിയും തമ്മിലുള്ള ചൂതുകളിക്കിടയിൽ അടക്കമേൽ ചെരുക്കി ശിവഭഗവാൻ മോഹാലസ്യപ്പെട്ടു വീണപ്പോൾ ഭഗവാനെ പാടിയുണർത്തിയ തിരുവരങ്കത്ത് പാണനാരുടെ പാട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഹര ഹര ശിവ ശിവ, ശിവൻ തൻ്റെ തിരുനാമം നാട്ടുടയ നല്ലച്ഛനെ പോറ്റിയേ തുയിലോണര് കൈലായത്തിൽ പള്ളിക്കൊള്ളും ശങ്കര തുയിലോണര് ഏതോരു മലേല് ഉദിപ്പല്ലൻ്റെ ഭഗവാനു കേക്കോരു മലേല് ഉദിപ്പല്ലൻ്റെ ഭഗവാനു ഭഗവാനു പൂജിക്കുന്ന ഉദയത്തെ കഴിഞ്ഞിട്ട് ഭഗവാനു പോരുന്നേരം തപസ്സിനായിട്ടൊരുങ്ങുന്നു എന്തും മേൽ ഏതാതും മേൽ തപസ്സുണ്ടെൻ്റെ ഭഗവാനു കൊളത്തി വച്ച ദീപത്തുമേൽ തപസ്സുണ്ടെൻ്റെ ഭഗവാനു ശ്രീനിവാസ ഗുരുരാജം ഗാന്ധർവ വേദവ്യാസ മഹാതമനീഷം ഛായാഭക്തി സമീക്ഷണ സംഭൂത പരിമിതബോധം വീരജിത ബഹുതര ഗീതാലങ്കാരം കീർത്തനാദി സംസേവിതേശ്വരം ഭക്തോക്തം സംഗീതപിതാമഹം ശ്രീപൂ